കനത്ത മഴയെ തുടർന്ന് ആശങ്കയുടെ നടുവിലാണ് അപ്പർ കുട്ടനാട്. പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയർന്നാലും താഴ്ന്നാലും അപ്പർ കുട്ടനാട്ടുകാരുടെ നെഞ്ചിടിപ്പ് കൂടും. റിപ്പോർട്ട് കാണാം. അപ്പർ കുട്ടനാടൻ മേഖലയിൽ ഉൾപ്പെട്ട കുറ്റൂർ, പെരിങ്ങര, നെടുമ്പ്രം, നിരണം, കടപ്ര, തിരുവല്ല പ്രദേശങ്ങളുടെ ഭൂരിഭാഗവും വെള്ളം കയറി ജനങ്ങൾ ദുരിതത്തിലാണ്. വീടുകളിലും കൃഷിയിടങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി കനത്ത നാശനഷ്ടം വരുത്തിയിട്ടുണ്ട്. 3 ദിവസമായി വെള്ളം തുടങ്ങി, വെള്ളം കയറി തുടങ്ങാണ്. പരിക്കകത്ത് കയറിയില്ല, കയറി. ഇപ്പം ഞാൻ ക്യാമ്പിൽ ക്യാമ്പിൽ കിടക്കുവാണ്. ഞാൻ ഇങ്ങോട്ട് വന്ന വീടുണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ്. ഷട്ടിലിൽ താമസിക്കുന്നവർക്ക്, അതായത് ഈ മേലെ കുടുങ്ങിയിരിക്കുന്നവരില്ലേ, അവരപ്പോൾ അമ്മച്ചിമാരൊന്നും വരുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് വേണ്ടിയിട്ട് വീട്ടിലേക്ക് കൊണ്ട് പച്ചക്കറിയൊക്കെ ആയിട്ട് പോകും അങ്ങോട്ട്. ചില സ്ഥലങ്ങൾ ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. കുടിവെള്ളക്ഷാമവും പലയിടത്തും നേരിടുന്നുണ്ട്. വളർത്തുമൃഗങ്ങളുടെ കാര്യവും ഏറെ ദയനീയമാണ്. അപ്പർ കുട്ടനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. ക്യാമ്പ് നമ്മൾ ശനിയാഴ്ച രാത്രി 10 മണിക്കാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ രാത്രിയിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ വന്നിട്ട് ഇവിടെ താക്കോൽ വന്ന് തുറന്ന്, ഞങ്ങളുടെ വീട് ഇവിടെ അടുത്താണ്. അപ്പം ഞങ്ങളിവിടെ വന്ന് തുറക്കുമായിരുന്നു. രാത്രി തന്നെ വന്ന് കാര്യങ്ങളെല്ലാം വേണ്ടത് ചെയ്തു കൊടുത്തു. പിന്നെ പിറ്റേ ദിവസം രാവിലെ തൊട്ട് ഇവിടെ ഞങ്ങൾ വന്നു. അപ്പം വന്നവരുടെ സാഹചര്യങ്ങളെല്ലാം ഞങ്ങൾ കൃത്യമായിട്ട് ഉറപ്പാക്കിയായിരുന്നു. കാരണം ഞങ്ങൾ ഉടുതുണി മാത്രം എടുത്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഈ വെള്ളപ്പൊക്കം ഞങ്ങളെ ദുരിതപ്പെടുത്തിയിരുന്നു. ഞങ്ങളുടെ സമീപ പ്രദേശങ്ങളിലുള്ള ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാം, അത് ജാതിയോ മതമോ നിറമോ വർഗമോ ഒന്നും നോക്കാതെ എല്ലാവരും ഉടുതുണിയോടുകൂടി അവനവന്റെ ജീവൻ മാത്രം കൈപ്പിടിച്ചുകൊണ്ടാണ് ഈ ക്യാമ്പിൽ വന്നു കയറുന്നത്. ഇപ്പൊ ഞങ്ങൾക്ക് വെള്ളം കയറിയതല്ല വിഷയം, ഇനി വീട്ടിൽ ചെന്ന് പഴയതുപോലെ ഞങ്ങളുടെ വീട് ക്ലീൻ ചെയ്തെടുക്കുന്നതാണ് ഞങ്ങൾക്ക് ഇനിയുള്ള വിഷയം. കാരണം വീട്ടിൽ നിന്ന് വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ സകലമാന അഴുക്കുകളും ചള്ളയാണ് മെയിൻ. അത് നമുക്ക് നീക്കുന്നതിലാണ് പാട്. അതും പിന്നെ ഇഴജന്തുക്കളെ നമ്മൾ സൂക്ഷിക്കാനുണ്ട്. ഈ വെള്ളം കയറി കഴിയുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കയറി വാരിക്കോ അല്ല തുണിയുടെ ഇടയിലൊക്കെ കയറി പേടിയായി അങ്ങോട്ട് കയറി ചെല്ലാൻ തന്നെ. 10 മണിയായപ്പോൾ മുട്ടിനൊപ്പം വെള്ളമുള്ളായിരുന്നു. അതിനൊന്നും ഞങ്ങളുടെ വീട്ടിൽ കയറുന്നില്ല, റോഡിൽ വന്ന് കിടക്കുന്നേ ഉള്ളൂ. പെട്ടെന്ന് പറഞ്ഞു തീരുന്നതിനാകാൻ തന്നെ വെള്ളം ഞങ്ങളുടെ പെരയ്ക്കകത്ത് കയറി. പെരയ്ക്കകത്ത് എല്ലാം തന്നെ പറക്കി വെച്ചില്ല, TV ഒക്കെ അടക്കം തന്നെ ഇരിക്കുന്നേ ഉള്ളൂ. പമ്പാ നദിയിൽ ജലനിരപ്പ് താഴ്ന്നാലും അപ്പർ കുട്ടനാട്ടുകാർക്ക് വീടുകളിലേക്ക് മടങ്ങുവാൻ താമസം വരും. റാന്നി, ആറന്മുള ഭാഗങ്ങളിൽ ജലനിരപ്പ് താഴുമ്പോൾ അപ്പർ കുട്ടനാട്ടിൽ ജലനിരപ്പ് ഉയരുകയാണ് പതിവ്. വീടുകളിൽ മടങ്ങിയെത്തിയാലും ചെളിയും വെള്ളവും നീക്കി സാധാരണ ജീവിതത്തിലേക്ക് വരുവാൻ ദിവസങ്ങൾ വേണ്ടിവരും. സിസൽ ജോൺ, ദൂരദർശൻ ന്യൂസ്, പത്തനംതിട്ട.